നമസ്കാരം, എല്ലാവർക്കും ഗ്രാഫിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിലേക്ക് നോക്കാം. നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് കഴിഞ്ഞാൽ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ആണ് പഠിക്കുന്നത്. പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് പഠിക്കുമ്പോൾ നമ്മൾ 4 ക്വാഡ്രന്റ്സിലും പോയിന്റ്സിനെ പ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. പക്ഷേ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ ഐദർ വിൽ ബി ഡൂയിങ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ അല്ലെങ്കിൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻസ് ആയിരിക്കും പഠിക്കുന്നത്. ചില കുട്ടികൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും ചില കുട്ടികൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻസ് ആയിരിക്കും പഠിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഗ്രാഫിക്സ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തു പോകുന്നത് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിൽ 4 ക്വാഡ്രന്റ്സിലും പോയിന്റ്സിനെ പ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ അത് വരയ്ക്കുന്ന കാര്യത്തിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കേണ്ടത് നോക്ക്, നമ്മൾ 4 ക്വാഡ്രന്റ്സ് ഉണ്ട്. സോ ദിസ് വിൽ ബി ടേക്കൻ ആസ് ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ് ആയിട്ട് എടുക്കുന്നു. ഇത് നമ്മുടെ തേർഡ് ക്വാഡ്രന്റ് ആയിട്ട് എടുക്കുന്നു. ഇത് നമ്മൾ ഫോർത്ത് ക്വാഡ്രന്റ് ആയിട്ട് എടുക്കുന്നു. സപ്പോസ് ഇത് നമ്മുടെ ഒരു ഫ്ലോർ ആണെന്ന് ഇരിക്കട്ടെ. ഈ പിങ്ക് കളറിലുള്ളത് ലെറ്റ് ദാറ്റ് ബി ദ ഫ്ലോർ. നീല കളറിൽ ഉള്ളത് യു കെൻ ടേക്ക് ഇറ്റ് ആസ് എ വാൾ. ഓക്കെ, സോ വാൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വെർട്ടിക്കൽ. സോ നമ്മൾ അതിനെ പറയുന്നു വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് നമുക്ക് എഴുതാം. സോ ദിസ് വിൽ ബി ടേക്കൻ ആസ് എ വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, ഇത് നമ്മുടെ ഫ്ലോർ ആണ്. സോ ദാറ്റ് ക്യാൻ ബി ടേക്കൻ ആസ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഹൊറിസോണ്ടൽ പ്ലെയിനും ഉണ്ട്, വെർട്ടിക്കൽ പ്ലെയിനും. ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന പ്ലെയിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നു. വെർട്ടിക്കൽ ആയിട്ടുള്ളതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? വെർട്ടിക്കൽ പ്ലെയിൻ എന്നും നമ്മൾ പറയുന്നു. ഓക്കെ ആയല്ലോ. അപ്പോ നമുക്ക് ഒരു പോയിന്റിനെ പ്ലേസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു പോയിന്റിനെ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് നോക്ക, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന്, ഫസ്റ്റ് ക്വാർട്ടറിൽ ഒരു പോയിന്റ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. സോ ദിസ് ഇസ് ദ പോയിന്റ് എ എന്ന് ഇരിക്കട്ടെ. അപ്പൊ പോയിന്റ് എ എന്ന് പറയുന്നത് വിൽ ബി ടെല്ലിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ബി പി ആൻഡ് എബവ് എച്ച് പി. അങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ നിൽക്കുന്ന ഒബ്സർവർ ഇവിടെയാണ് നിൽക്കുന്നത്. സോ ദിസ് വിൽ ബി ദ ഒബ്സർവർ. ഓക്കെ, അപ്പൊ ഒബ്സർവർ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇത് നമ്മുടെ വാളാണ്. ആ നീലായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന വാളാണ്. അപ്പൊ എവിടെയാണ്? ഇൻ ഫ്രണ്ട് ഓഫ് ദ വാൾ ആണ് എ. എബവ് ദ ഫ്ലോർ ആണ് എ നിൽക്കുന്നത്. ക്ലിയർ ആയി? അതാണ് പറഞ്ഞത് എബവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് നമുക്ക് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് അവര് പറഞ്ഞിട്ടുണ്ട്. ബി എന്ന് പറയുന്ന ഒരു പോയിന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ബിഹൈൻഡ് വി പി ആൻഡ് എബവ് എച്ച് പി. ബിഹൈൻഡ് വി പി, ബിഹൈൻഡ് വി പി. ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ 2 ഭാഗം വരാം. ഒന്നുകിൽ സെക്കൻഡ് ക്വാർട്ടറിലേക്ക് വരാം, അല്ലെങ്കിൽ തേർഡ് ക്വാർട്ടറിലേക്ക് വരാം. ഇനി നോക്കണം, എബവ് ആണോ ബിലോ ആണോ? എബവ് ആണ് പറഞ്ഞത്. സോ എബവ് എച്ച് പി, ദാറ്റ് മീൻസ് ബി ഇറ്റ് വിൽ ബി ദ സെക്കൻഡ് ക്വാഡ്രന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ബിഹൈൻഡ് വി പി. ബിഹൈൻഡ് വി പി എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ വിചാരിച്ചോളുക അതെന്താണ്? ബിഹൈൻഡ് ദ വാൾ. അപ്പോൾ എന്തായിരിക്കും? നമ്മൾ അത് ഒന്നുകിൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതെന്തായിരിക്കണം? തേർഡ് ക്വാഡ്രന്റ് ആയിരിക്കണം. ഓക്കെ, ഐദർ ഇറ്റ് ഇസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് ഓർ ഇറ്റ് വിൽ ബി ഇൻ ദ തേർഡ് ക്വാഡ്രന്റ് ആയിരിക്കണം. ഇനി ബിലോ ആണോ എബവ് ആണോ? ബിലോ ആണ് പറഞ്ഞിരിക്കുന്നത്. ബിലോ പറഞ്ഞിരിക്കുമ്പോൾ അതെന്തായിരിക്കും? തേർഡ് ക്വാഡ്രന്റ്. എബവ് ആണ് പറഞ്ഞിരുന്നെങ്കിൽ അത് എന്തായിരുന്നേനെ? സെക്കൻഡ് ക്വാഡ്രന്റ് ആയിരുന്നേനെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡി എന്ന് പറയുന്ന പോയിന്റ് ഡിഫൈൻ ചെയ്യാം. ഡി എന്ന് പറയുന്ന ഫോർത്ത് ക്വാഡ്രന്റിലാണ്. അപ്പൊ ഫോർത്ത് ക്വാഡ്രന്റ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഇൻ ഫ്രണ്ട് ഓഫ് അല്ലെ, നമ്മൾ ഇവിടെ നോക്കുകയാണ്. അപ്പൊ ഇൻ ഫ്രണ്ട് ഓഫ് അല്ലെ, ഇൻ ഫ്രണ്ട് ഓഫ് ആണ്, ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. അതേപോലെ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയുണ്ട്? ഫസ്റ്റ് ആംഗിൾ ആകാം, അല്ലെങ്കിൽ നമുക്ക് ഏത് ആംഗിൾ ആകാം? ഫസ്റ്റ് ക്വാർട്ടറിലാകാം, അല്ലെങ്കിൽ ഏത് ക്വാർട്ടറിലാകാം? ഫോർത്ത് ക്വാർട്ടറിലാകാം. പക്ഷെ ബിലോ എച്ച് പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് കംസ് ഇൻ ദ ഫോർത്ത് ക്വാർട്ടർ. ഇപ്പൊ ക്ലിയർ ആയോ? ക്വാഡ്രന്റ്സ്, ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുന്ന കാര്യം ക്ലിയർ ആയല്ലോ. സോ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? സോ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്താണ്? ഫ്രണ്ട് അല്ലെ, ഇൻ ഫ്രണ്ട് ഓഫ് VP
above HP. ക്ലിയർ ആയല്ലോ. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിലോ, സെക്കൻഡ് ക്വാഡ്രന്റ് എന്താണ് എഴുതുന്നത്? ബിഹൈൻഡ് VP above HP. ഇനി നമുക്ക് തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ എങ്ങനെയാണ് എഴുതാറ്? ബിഹൈൻഡ് VP above HP. ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ എങ്ങനെയാണ് എഴുതാറ്? ഇൻ ഫ്രണ്ട് ഓഫ് VP below HP. ക്ലിയർ ആയ എല്ലാവർക്കും? അപ്പോ 4 ക്വാഡ്രന്റ്സും ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. സോ 4 ക്വാഡ്രന്റ്സിന്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് നീങ്ങാം. നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Draw the projection of A which is 30 mm above HP and 15 mm in front of VP. 15 mm in front of VP എന്നാണ് പറഞ്ഞത്. സോ എന്താണ് പോയിന്റ് എ അവർ തന്നിട്ടുണ്ട്? The point A. എങ്ങനെയാണ് അവർ പോയിന്റ് എ നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? That is 30 mm above HP. So 30 mm above HP and 15 mm in front of VP. Okay, so 30 mm above HP and 15 mm in front of VP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ പോയിന്റ് നോട്ട് ചെയ്യാം. നോക്ക്, ആദ്യമേ 30 mm above HP. 30 mm above HP എന്ന് പറഞ്ഞാൽ above HP. So it is either in the first quadrant or it is in the second quadrant. Clear ആയല്ലോ? രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നതാണ് 15 mm in front of VP. 15 mm in front of VP എന്ന് പറയുമ്പോൾ this is the 15 mm in front of VP. നമ്മൾ നോക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത്, ഇല്ലേ? അവിടെ നോക്കുമ്പോൾ that is 15 mm in front of VP എന്ന് പറയുന്നത് this is the front of that. So 15 mm in front. So that means it is in the ഏത് quadrant ആണ്? It is in the first quadrant ആണ്. Point A is in the first quadrant. Okay, so point A is in the first quadrant ലാണ് ഉള്ളത്. So let us draw that point. Point A നമുക്ക് നോക്കാം. Point A എങ്ങനെ നമുക്ക് വരയ്ക്കും എന്ന് നോക്കാം. Suppose this is the point A. Okay, point A ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് നോക്കിയാണ്. So I need the front view. നമ്മൾ വരയ്ക്കുന്നത് ഫ്രണ്ട് വ്യൂ അതേപോലെ ടോപ്പ് വ്യൂവും ആണ് ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആണെങ്കിൽ വരയ്ക്കാൻ പോകുന്നത്. So I'll be drawing the front view and the top view. Okay, front view and the top view. മേളിൽ നിന്ന് നോക്കും, അതേപോലെ ഇവിടെ നിന്നും നോക്കും. സെക്കൻഡ് ക്വാർട്ടറിലാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഫ്രണ്ട് വ്യൂവും ആയിരിക്കും കിട്ടുന്നത്, അതേപോലെ ടോപ്പ് വ്യൂവും ആയിരിക്കും കിട്ടുന്നത്. So we'll be getting the front view as well as the top view ഉള്ള രൂപത്തിൽ നമുക്ക് പോകാം. ഇവിടെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് തേർഡ് ആംഗിളിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ബോട്ടം വ്യൂ ആയിരിക്കും കിട്ടുന്നത്. You'll be getting the bottom. ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുക. So you're getting the bottom view. ഇവിടെ നിന്നായിരിക്കും നമ്മൾ നോക്കുക. So you're getting the bottom view. Okay, അപ്പൊ ഇതാണ് നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്തിലാണെങ്കിൽ ഇവിടുന്ന് ഫ്രണ്ട് വ്യൂ ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ദ ബോട്ടം വ്യൂ ആയിരിക്കും നമുക്ക്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആൻഡ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻസ് ആണ് വരുന്നത്. പക്ഷെ പോയിന്റ്സ് പഠിക്കും നമ്മൾ എല്ലാ ക്വാർട്ടറിലാക്കിയിട്ട് വരയ്ക്കുന്നത്. സോ ഐ മാർക്ക് ദ പോയിന്റ് എ. പോയിന്റ് എ മാർക്ക് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി ഇൻ ദ ക്യാപിറ്റൽ ലെറ്റർ, ദ ഒറിജിനൽ പോയിന്റ്. ഞാൻ ഇവിടുന്ന് ടോർച്ച് അടിച്ചു കൊടുത്താൽ ഈ പോയിന്റ് എ എവിടെ പതിയും? ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ പതിയും. So it is going to place. See, point A vertical plane പതിയും. So that will be the front view. അപ്പോൾ point A എങ്ങനെ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, അവിടെ പറഞ്ഞിരിക്കുന്നതാണ് point A which is 30 mm. So this height is 30 mm. So this height is going to be 30 mm. Okay,
അതേപോലെ തന്നെ അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും 30 mm ആയിട്ടായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അതേപോലെ നമുക്ക് ടോപ്പ് വ്യൂ നോക്കാം, മേളിൽ നിന്ന് നോക്കാം. സോ മേളിൽ നിന്ന് ഞാൻ നോക്കിയാണ്. മേളിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് മേളിൽ നിന്ന് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ആ എ എന്ന് പറയുന്ന പോയിന്റിന്റെ നിഴൽ എവിടെ കിട്ടും? സോ യു ആർ ഗോയിങ് ടു ഗെറ്റ് ഓവർ ഹിയർ. ഇവിടെ നമുക്ക് പോയിന്റ് എയുടെ നിഴൽ കിട്ടും. ഓക്കെ, സോ ആ പോയിന്റ് എയുടെ നിഴൽ നമുക്ക് അവിടെ കിട്ടി. സോ മേളിൽ നിന്ന് നോക്കിയതാണ്. സോ ദിസ് ഇസ് ദ തിങ്. അപ്പോ നമുക്ക് ഈ ഒരു ഹൈറ്റ് എന്തായിരിക്കും? ഈ പൊക്കത്തേക്കുള്ള ഒരു ഹൈറ്റ് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 30 mm. ഇവിടുത്തെ ടോർച്ച് എടുത്ത് കൊടുക്കുമ്പോൾ പൊക്കം 30 mm ഹൈറ്റിലല്ലേ ഈ ഷാഡോ വന്ന് വീഴത്തുള്ളൂ. സോ ദിസ് ഹൈറ്റ് വിൽ ബി എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 30 mm. ഇനി അടുത്തത് നമുക്ക് ഇങ്ങോട്ടുള്ളതാണ് അല്ലെ. അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നോക്കുക എത്രയാണ്? 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. സോ നമ്മൾ മേളിൽ നിന്ന് ടോർച്ച് അടിക്കുമ്പോൾ വാളിൽ നിന്ന് എത്ര mm ഇങ്ങോട്ടായിരിക്കും കാണുന്നത്? ദാറ്റ് വിൽ ബി 15 mm. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ആയിരിക്കും? 15 mm ഇങ്ങോട്ട് മാറിയായിരിക്കും നമുക്ക് ആ നിഴല് കാണുന്നത്. സോ ദിസ് വിൽ ബി 15 mm ആയിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ പിക്ടോറിയൽ വ്യൂ. ഡൗട്ട് ഒന്നുമില്ലല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഞാനിവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ഇതാണ് വരച്ചത്. ദിസ് ഇസ് ദ വി പി ആൻഡ് ദിസ് ഇസ് ദ എച്ച് പി. സോ നമുക്കത് പ്ലോട്ട് ചെയ്യാം. സോ നോക്കി, ദിസ് ഇസ് ദ പോയിന്റ് എ, ക്യാപിറ്റൽ എ. സോ നൗ ഐ ഹാവ് ടു മാർക്ക് ദ ഡിസ്റ്റൻസ് ഓഫ് ദാറ്റ് എ. ലൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. സോ അത് എത്രയാണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. എത്രയാണ് പൊക്കം, എത്രയാണ് ഉള്ളത്? ദാറ്റ് ഈസ് 30 mm. So this is going to be 30 mm. Now, അത് ഇവിടുന്ന് വെർട്ടിക്കൽ പ്ലെയിനിൽ എത്ര മുമ്പിലാണ്? 15 mm in front of VP. So this is 15 mm in front of VP. So this is VP and this one is HP. ഇപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചു. ഇത് എനിക്ക് ഒരു ഷീറ്റിലാണ് ഇനി എനിക്കിത് വരച്ച് എടുക്കേണ്ടത്. സോ ലെറ്റ് us see how to draw it in a sheet. ഇതൊരു ഷീറ്റിൽ ആവുമ്പോൾ നിങ്ങൾ ആ ഡ്രോയിങ് ഷീറ്റിൽ ഇത് എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് നമുക്കിനി നോക്കേണ്ടത്. So first of all we'll draw the XY line. XY line എന്ന് പറയുന്നത് നോക്ക്, ഇതാണ് Y plane and this is X plane and this is the intersection of those. നോക്ക്, ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് this is the intersection of both the vertical plane and the horizontal plane. See this one. Clear? So I'll draw that. So I've drawn the X, Y. Clear ആയല്ലോ? You can draw it in the dark ആയിട്ട് നമുക്ക് വരയ്ക്കാം. ഇനി ഇത് പൊക്കത്തേക്ക് ഉള്ളത്, ഇതാണ് പൊക്കത്തേക്കുള്ളത്. Now HP വരയ്ക്കണം. HP വരയ്ക്കുമ്പോൾ അത് എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ്. നോക്കുക, എപ്പോഴും the horizontal plane has to be rotated in the clockwise direction. Okay, you should rotate in the clockwise direction. അതായത് ഇപ്പോൾ നമ്മുടെ ഈ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും ഇരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. സോ പോയിന്റ് എ ഞാൻ ഡിഫൈൻ ചെയ്തു അല്ലെ, ഇതിനകത്താണ് ഞാൻ പോയിന്റ് എ ഡിഫൈൻ ചെയ്തത്. കണ്ടോ? Now I'll rotate it in the horizontal manner. See, now I'm going to get it in the form of a sheet. കണ്ടോ? ഒരു ഷീറ്റിലാണ് നമ്മൾ വരയ്ക്കുന്നത്. And this will be the XY line. This is going to be the XY line. Clear? So അങ്ങനെയാണെങ്കിൽ what should I do? I should rotate this one. അല്ലെ, ഈ ഒരു ഭാഗത്തിന് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇല്ലേ, നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരാം. സോ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്.
So this is the bottom line. I have rotated it. Right? So now what is the HP? ഇവിടെയാണ് HP. പൊക്കത്തുള്ളതാണ് ആരെന്ന് പറയുന്ന VP, and this was the XY line. Clear? So this is VP and this is HP. Clear ആയല്ലോ? ഇനി VP യിലെ പോയിന്റ് ക്യാപിറ്റൽ A ആണ് the original point. VP യിലെ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. So I am going to mark the point A in the VP. ഇതാണ് VP. ഇത് HP. HP യിലെ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ അത് ഞാൻ സ്മോൾ a ആയിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ a ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. വെർട്ടിക്കൽ പ്ലെയിനിൽ മാർക്ക് ചെയ്യുമ്പോൾ സ്മോൾ a ആയിട്ട് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ബട്ട് ഇറ്റ് വിൽ ബി പുട്ട് ആസ് a ഡാഷ്. ക്ലിയർ? എന്തും കൂടിയിട്ടുണ്ടാവും a ഡാഷ്. അപ്പൊ ഡാഷ് കണ്ടാൽ നമുക്ക് അത് മനസ്സിലാകും ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ പ്ലെയിൻ. A എന്ന് മാത്രമാണുള്ളെങ്കിൽ, സ്മോൾ a മാത്രമാണുള്ളെങ്കിൽ അത് നമുക്കറിയാം ദാറ്റ് ഈസ് HP പ്ലെയിനും ആണ്. ഇറ്റ് ഈസ് എ VP ആൻഡ് ദ അതർ ഈസ് എ HP. ക്ലിയർ ആയല്ലോ? അപ്പൊ VP യിൽ മാർക്ക് ചെയ്യുന്നത് ഞാൻ എങ്ങനെ മാർക്ക് ചെയ്യണം? A ഡാഷ് ആയിട്ടും HP യിൽ മാർക്ക് ചെയ്യുന്നത് എന്തായിട്ടും മാർക്ക് ചെയ്യണം? A ആയിട്ടും മാർക്ക് ചെയ്യണം. So let us mark it. So if you are having a roller scale, you can take the roller scale. എടുക്കാം. So roller scale എടുക്കുക. So roller scale എടുത്തിട്ട് you can mark the point A. Okay. So A എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. It is above HP. That is above HP. എത്രയാണ്? 30 mm above HP. So this is going to be over there. This is 30 mm. So 30 mm. So I'll mark it. Approximate value is not correctly 30 mm. So approximate value I marked it over here. So I'll put this as A dash. Okay. So A dash. Don't take the scale off from there. ആ സ്കെയിൽ അവിടെ തന്നെ വെച്ചോളൂ. ലൈറ്റ് ആയിട്ട്, വളരെ ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാത്രം കാണാൻ പറ്റുന്ന രൂപത്തില്. ഓക്കെ, യു ക്യാൻ മാർക്ക് ദ പ്രൊജക്ഷൻ ഓഫ് ദാറ്റ് A dash over here and let this be equal to A. Don't mark it as into, just put a dot over there. That's enough. Don't mark an into over there. You can darken it and you can put this as A. Clear ആയല്ലോ? So you mark A dash and A. Now I should, ഇത് നോക്കാം, ഈ ലൈൻ ഞാൻ വരയ്ക്കുക, the projection of A dash ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത്, it should be a very thin line. ആ വരയ്ക്കുന്ന ആൾക്ക് മാത്രം അത് കണ്ടാൽ മതി, വേറെ ആൾക്ക് കാണണ്ട. It is a construction line. Okay. Now I should mark the dimensions. ആ dimensions മാർക്ക് ചെയ്യണം. So dimensions മാർക്ക് ചെയ്യാം. So dimensions നമുക്ക് മാർക്ക് ചെയ്യാം. See how I am going to mark the dimensions. Light ആയിട്ട്, it is a construction line. So വളരെ ലൈറ്റ് ആയിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്യുക. ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്യുക. അത് പൊക്കത്തേക്ക് റോളർ സ്കെയിൽ നീക്കിക്കോളൂ. ഓക്കെ, ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തോളൂ. ഇവിടെ വളരെ ലൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ലൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. ആൻഡ് യു ക്യാൻ പുട്ട് ദ ആരോ മാർക്ക് ഓൾസോ. ആരോ മാർക്കും അവിടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി ആ A എന്ന് പറയുന്ന മൊക്കത്തേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്തു. സോ യു ക്യാൻ മാർക്ക് ഇറ്റ് ആസ് 30. നോക്ക്, ഞാൻ 30 എടുത്തത് കണ്ടോ? ഞാൻ ഐ എം പുട്ടിംഗ് ലൈക്ക് ദിസ്. 30 mm എന്ന് എഴുതേണ്ട കാര്യമില്ല, because all the dimensions are given in mm. അത് നിങ്ങൾ താഴെ എഴുതുന്നുണ്ട്. So you can just put it as simply 30. This is how you mark the dimension over there. Okay, 30 mark ചെയ്തിരിക്കുന്നത് കണ്ടോ? And in front of VP, that is 15 mm. So this is 50. This is one method of marking the dimension. അല്ലെങ്കിൽ ചില ബുക്കിലകത്ത് നോക്കി കഴിഞ്ഞാൽ ചില ഇതിനകത്ത് നിങ്ങൾ ചില ആൾക്കാർ വരയ്ക്കുന്നത് ഇങ്ങനെയായിരിക്കും. Suppose I mark the point A. So this is the XY line. I'll mark the XY line over here like this. This is the XY line. This is the point A dash. Okay.
വളരെ തിൻ ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. And see, this is how I mark the dimension. വളരെ thin line ആയിരിക്കണം. ഡാർക്കൻ ചെയ്യരുത് ഒരിക്കലും. വളരെ thin line ആണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത്. Then you can mark that 30 as something like this. You can rub it over here and just put it 30 over here. You can mark like this also. Clear ആയല്ലോ? ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. Don't mix up this and this. Either the whole thing you will be putting this dimension, this type of dimension, or this type of dimensions. രണ്ടും കൂടി നിങ്ങൾ മിക്സ് ചെയ്യണ്ട. ഓക്കെ, ഒരു ഫിഗറിന് ഒരു ടൈപ്പും അടുത്തൊരു ഫിഗറിന് വേറെ ടൈപ്പും. ഡോണ്ട് ഡു ഇറ്റ്. അത് കാണാൻ ഒരു വൃത്തിയായിരിക്കില്ല. സോ either go for this or this. Mostly I will be going for this type. ഇതായിരിക്കും ഞാൻ ഫോളോ ചെയ്ത് പോകുന്ന കാര്യം. ക്ലിയർ ആയപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ. So draw the projection of A, which is 30 mm above HP and 15 mm in front of VP. Clear ആയല്ലോ? So ഇത് വരച്ചിട്ടുണ്ട്. So first quarter ആണെന്നുണ്ടെങ്കിൽ how is VP going to be? VP XY line മേളിലായിരിക്കും. HP എന്ന് പറയുന്നത് എവിടെയും ആയിരിക്കും, താഴെയും ആയിരിക്കും. ഇനി എളുപ്പൊരു മാർഗം, HP യിൽ പറയുന്ന VP അങ്ങ് മാർക്ക് ചെയ്തോളാം. VP യിൽ പറയുന്ന HP യിൽ മാർക്ക് ചെയ്യുക. Just see how that 30 mm above HP. Where did I draw it? In VP. And similarly, 15 mm in front of VP. Where did I draw it? In HP. Simple. Clear ആയല്ലോ? Dimensions mark ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. This has to be a very light line. Construction line ആണ്. വളരെ നേരിയ ലൈൻ ആയിരിക്കണം. നമുക്ക് മാത്രമേ കാണാൻ പാടുള്ളൂ. അത്ര നേരിയതായിരിക്കണം. Then these are the dimension lines. അതും വളരെ thin line ആയിരിക്കണം. So 30 mm മാർക്ക്, 15 mm മാർക്ക്. I mark it to the left side ആയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് പോയിരിക്കുന്നത്. Clear ആയല്ലോ? So I think you understood this problem. So we'll go for the next problem, which I'll put in the second quadrant. Okay. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് വരാം. The second problem, draw the projection of E, which is 40 mm above HP and 20 mm behind VP. So E എന്ന് പറയുന്ന പോയിന്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. So E is defined in a such a manner that എങ്ങനെയാണ് 40 mm it is above HP and 20 mm behind VP. അല്ലേ? It is behind VP ആണ്. So behind VP. So നമുക്ക് അത് വരയ്ക്കാം. 40 mm above HP. So it is above HP. Above HP means it is either in the first quadrant or it is in the second quadrant. ഇനി ഫസ്റ്റ് ക്വാഡ്രന്റ് ആണോ സെക്കൻഡ് ക്വാഡ്രന്റ് ആണോ എന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇസ് ഗിവൺ ബിഹൈൻഡ് VP. നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നത് അല്ലേ? ഇവിടെ നോക്കുമ്പോൾ ബിഹൈൻഡ് VP എന്ന് പറയുമ്പോൾ അതായിരിക്കും it will be this side. So E എന്ന് പറയുന്ന point it is over here. So this is the point E. So E പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 40 mm above. So E is defined as 40 mm. 40 mm above HP. So this distance will be how much? 40 mm. And 20 mm behind VP. So 20 mm behind VP. So this is 20 mm. So this is how the point E is defined as. അപ്പൊ നമുക്കിത് 2 dimensionലേക്ക് കൊണ്ടുവരണം ഇല്ലേ? 2 dimensionലേക്ക് കൊണ്ടുവരണം. So this is the XY line. So we can draw the XY line നമുക്ക് വരയ്ക്കാം. So this is the XY line I'll draw. So I've drawn the XY line. You have to draw dark line, thin dark line, thin dark line you have to draw. So E എന്ന് പറയുന്ന പോയിന്റ് വരയ്ക്കാൻ പോവുകയാണ്. So ഇതിനകത്ത് വരയ്ക്കുമ്പോഴത്തേക്ക് VP HP മാർക്ക് ചെയ്യണം. So this is VP and this is HP. So HP ഞാൻ റൊട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? You should rotate only in the clockwise direction. So this HP I will rotate in the clockwise direction. So how it is going to be? See? So that means
both HP and VP is going to be above the XY line. So I'm going to rotate something like this. Okay, clockwise rotation. So that means VP and HP will be above the XY line. So here it will be VP as well as you're going to have HP also. So both VP and HP will be above. Okay, now I'll have to mark it. Now, in this one, 40 mm above HP. So let us draw that. 40 mm above HP. Both are going to be in the top of XY. So approximate, I'll draw light line. Thin light line. So this is a point. വളരെ ചെറുതായ വളരെ ലൈറ്റ് ആയിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. നമുക്ക് മാത്രം കാണാൻ പറ്റുന്ന രൂപത്തിൽ, ബിക്കോസ് ഇറ്റ് ഇസ് എ കൺസ്ട്രക്ഷൻ ലൈൻ ആണ്. സോ ദിസ് ഇസ് എ പോയിന്റ് ഇ. സോ നോക്കുക, എച്ച് പിയുടെ ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. എച്ച് പിയുടെ ആകുമ്പോഴത്തേക്ക് ഞാൻ 40 mm എബവ് എച്ച് പി, അതാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ എച്ച് പിയുടെ ഞാൻ വരയ്ക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും നൊട്ടേഷൻ? സ്മോൾ ഇ ആയിരിക്കണം മാർക്ക്. സോ ഐ മാർക്ക് സ്മോൾ ഇ. Now, 20 mm behind VP, 20 mm behind VP, 20 mm behind VP. So, when I rotate it, it is also going to be coming to the top. Appo adhe line il thanne mark cheyanam. Don't mark somewhere over here. It is in the same line. 20 mm. Okay? So, 20 mm. So, this is the thing. So, this will be A dash. Clear, Ayla? Now let us mark the dimension. Be careful in marking the dimension. So this one, light line, right, very light line, okay. So that is 20 mm. 20 mm. Next 40. So 40 mm. Don't try to put 40 first over here and then mark it. Then it is going to intersect. Our intersection does don't try to draw like that. So try to mark it over there like this. Okay. So this the question, draw the projection of E, which is 40 mm above HP and 20 mm behind VP. From that we understood that it's in the second quadrant. So VP and HP both will be above the XY line. Okay. Are you clear on that? Yes. Now we'll go for the next problem. That is for the third quadrant. Further problem, draw the projection of a point G 30 mm below HP and 15 mm behind VP. Okay, so let us see which quadrant it comes. Draw the projection of a point G 30 mm below HP. 30 mm below HP. 30 mm below HP means it should either be behind VP or in front of VP. Behind VP means it is in the third quadrant. മൂന്നാമത്തെ quadrant ആയിരിക്കും. In front of VP എന്ന് പറഞ്ഞാൽ അത് ഏത് ക്വാഡ്രന്റ് ആയിരിക്കും? ഫോർത്ത് ക്വാഡ്രന്റും ആയിരിക്കും. ഇവിടെ എന്താണ് പറഞ്ഞത്? 30 mm below HP. So 30 mm below HP. Behind VP. So that means it is in the third quadrant. So G എന്ന് പറയുന്നത് you are having in the third quadrant. So this is the point G. Okay. So when you come to the point G, you are going to get the bottom view. എപ്പോഴും കിട്ടുന്നത് എന്തായിരിക്കും? Bottom view ആയിരിക്കും. First angle projection angle, you will be having the top view, and third angle projection means you will be getting the bottom view. This is the difference between the first angle and the third angle projection. Okay. So G and the point 30 mm below HP. So this distance is 30 mm, and 15 mm behind VP. So this is 15 mm. Okay, 15 mm. So this is the point G. 30 mm, 15 mm. So this is
HP and this is VP. So when I draw it in a sheet, the horizontal plane has to be rotated in the clockwise direction. So I rotate this horizontal in the clockwise direction like this. So this will be the HP. So this height will be, so this 30, the locus of this 30, sorry, this 30, I can put it like an arc like this if I want. So this will be 30. Okay. So in this is the XY line. So this is the XY line. HP എന്ന് പറയുന്നത് എവിടെയായിരിക്കും വരുന്നത്? XY line മേളിലാണ് വരുന്നത്. So this will be HP and this will be VP. Okay? Clear? Now I'll mark the point G. Mark the point G. 30, 15. Okay? So 30 mm and 50 mm. Keep the scale. Draw a light line. 15 mm and 30 mm. Okay? So 30 mm. You see over here? So this is 15 mm. This is 15 mm. This is rotate. So this comes to be 15 mm. Okay? And okay, so that comes to be 15 mm and this comes to be 30 mm. HP VP mark, VP HP mark. 30 mm above HP. So 30 mm above HP. So that has to be marked in VP. So that has to be marked in VP. Somewhere over here. G. This line has to be very light line. Light line dark I'll mark it over here somewhere. So this is in VP, it is G dash. Here in HP, it will be G. Okay. HP, VP, you can understand how it is. Dash VP, dash HP. Now I'll mark the dimensions. This has to be one single line. Okay? At a single light line. So 30 mm, 30 below HP, that has to be marked in VP. And 15 mm behind HP, that will be marked in VP, that will be marked in HP. Clear? Now we'll go to the next problem of the fourth quadrant. Okay. So next problem, draw the projection of a point C which is 40 mm below HP and 20 mm in front of VP. Okay. So, we will do XY line. So, this is VP, this is HP. Okay, finished. Point C mark 40 mm below. 40 mm below. So, this is the 40 mm below. So this distance is 40. Right. I'll put it over here. This is a capital C. This is capital C. 40 mm below HP. Okay. So below HP. In VP. So VP mark C dash. Okay. 20 mm in front of VP. 20 mm in front. 20 mm in front. So this one. Bottom view. Bottom so so this front view and this is the bottom view. So the front distance 20 mm. Rotate it. Rotate HP rotate. That means this point has to be rotated. Clockwise direction. In clockwise direction. So HP so this is going to come like this. See, this 20. This is 40, right? This is 40. And this will be
20. Now we can draw the figure. Okay. XY. Both VP and HP is below the XY line. This is VP. This is HP below the XY line. So you can draw one single line. Just draw 40. One single line, the bigger one. So that is C dash. C dash. Next, 20. C. Ini namak ana dimension mark cheyana. Dimension mark ippurathu mark because naming is nammal appurathu mark, so draw the dimension over here. First mark that 20. Otherwise it is going to intersect the dimensions. So this is 20. Light line. These are light lines. So this is 40 and this is 20. So I can mark the point. These are light lines, very much light lines. The dimension line, little more darker. Okay, that's all. Clear. So now I have taken the points in all the quadrants, first quadrant, second quadrant, third quadrant and fourth quadrant. Okay. Yeah, so we'll stop it over here, and the next class I will be doing some examination problems. All the four quadrants together and one or two the typical type problems. Okay, that I will do it in the next part.